Good morning. Good morning. Morning, Okay. miss. Good morning, ma'am. Okay, good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. കുറവുണ്ടോന്നാ? കുഴപ്പമില്ല, കുറവുണ്ട്. നല്ല ശബ്ദങ്ങൾ ശരിയായിട്ടില്ല. വോയിസ് റെസ്റ്റ് ചെയ്താലാണ് അത് ശരിയാവുന്നത്. പക്ഷെ നമുക്ക് അധികം വോയിസ് റെസ്റ്റ് കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കാം. തുടങ്ങാം നമുക്കപ്പോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് മെഡിക്കൽ റെക്കോർഡ്സിന്റെ എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പാർട്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. മെഡിക്കൽ റെക്കോർഡ് POMR, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, അതിന് 4 ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഏതൊക്കെയാണ് 4 ഭാഗങ്ങൾ? 2 എണ്ണം നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് ഡാറ്റാബേസ് അല്ലെ, രണ്ടാമത്തത് പ്രോബ്ലം ലിസ്റ്റ്, മൂന്നാമത്തെ എന്താണ്? ഇനീഷ്യൽ പ്ലാൻസ്, നാലാമത്തത് പ്രോഗ്രസ് നോട്ട്സ്. അങ്ങനെ 4 ഭാഗങ്ങളുണ്ട് ഇതിന് POMR അല്ലെ, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിനകത്ത് 2 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഡാറ്റാബേസ് അല്ലെ. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കേണ്ട അവശ്യ വിവരങ്ങൾ അടങ്ങിയതാണ് ഡാറ്റാബേസ് അല്ലെ. ഏറ്റവും അതായത് ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന വിവരങ്ങളും. അതിനകത്ത് എന്തൊക്കെ ഡാറ്റകൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? ചീഫ് കംപ്ലൈന്റ് ഉണ്ട്, പ്രസന്റ് ഇൽനെസ്, പേഷ്യന്റ് പ്രൊഫൈല്, അവരുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ഡാറ്റ, പാസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ റിവ്യൂ ഓഫ് സിസ്റ്റംസ്, ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ്, പിന്നെ ബേസിക് ആയിട്ടുള്ള ലബോറട്ടറി ഡാറ്റ. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ് ഓരോ രോഗിക്ക് വേണ്ടി അവിടെ തയ്യാറാക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് പ്രോബ്ലം ലിസ്റ്റ് ആണ്. പ്രോബ്ലം ലിസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, റെക്കോർഡിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് എന്താണ് ഒരു ഫോമിനകത്ത് കൃത്യമായിട്ട് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യരുത്, ലിസ്റ്റ് ഔട്ട് ചെയ്യും അല്ലെ. ഇത് നമ്മൾ പറഞ്ഞു, പ്രോബ്ലംസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ സർജിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല അല്ലെ. ഈ പറഞ്ഞ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ഡെമോഗ്രഫിക് പ്രോബ്ലംസുകൾ അല്ലെ, അതുപോലെ അവരുടെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് പ്രോബ്ലംസ്. അങ്ങനെ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങളും അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത്, ഓരോ പർട്ടിക്കുലർ പ്രോബ്ലത്തിനെയും ഒരു ഫിസിഷ്യന്റെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷന്റെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, രേഖപ്പെടുത്താനായിട്ട്. ഓക്കെ, അതായത് ഒരു സാധാരണ ഒരു ഫിസിഷ്യന്റെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ വെച്ചുകൊണ്ട് വേണം നമ്മൾ അവരുടെ പ്രോബ്ലം കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടത്. എക്സാമ്പിൾ ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്കറിയാം, പ്രോബ്ലം ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫൈൻഡിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രോഗനിർണയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പ്രോബ്ലം ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, പുതിയ പ്രശ്നങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുകയും അതുപോലെ സോൾവ് ചെയ്ത പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു എന്ന് അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലം ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. മൂന്നാമത്തെ എന്താണ്? ഇനീഷ്യൽ പ്ലാൻസ്. അപ്പൊ ആദ്യം നമ്മൾ ഡാറ്റാബേസ് ഉണ്ടാക്കി, പ്രോബ്ലം ലിസ്റ്റ് തയ്യാറാക്കി. ഇനി പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ലിസ്റ്റ് തയ്യാറാക്കി പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അത് റിസോൾവ് ചെയ്യുന്നതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കണം അല്ലെ. ആസൂത്രണങ്ങളാണ് ഇപ്പോൾ നടത്തേണ്ടത്. അപ്പൊ അത് തന്നെയാണ് മൂന്നാമത്തെ ഭാഗം, ഇനീഷ്യൽ പ്ലാൻസ് കേട്ടോ. ഇനീഷ്യൽ പ്ലാൻസ് അതായത് പ്രൈമറി പ്ലാൻസുകളാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇനീഷ്യൽ പ്ലാൻസിനകത്ത് രേഖപ്പെടുത്തുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് what will be done to learn more about the patient's condition, treat the condition and instruct the patient about the condition. അതായത് ഒരു ഇനീഷ്യൽ പ്ലാനിനകത്ത് എന്തെല്ലാം കാര്യങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് ഒരു രോഗാവസ്ഥയെ പറ്റി, ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റി കൂടുതൽ അറിയാനും, അതുപോലെ തന്നെ എന്താണ് ആ രോഗാവസ്ഥയെ കുറിച്ച് പേഷ്യൻസിന് എന്താണ് നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട് അല്ലെ. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ എല്ലാം തന്നെ ഏതിനകത്തുണ്ടായിരിക്കും? ഇനീഷ്യൽ പ്ലാൻസിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് വിൽ ബി ഡൺ ടു ലേൺ മോർ അബൌട്ട് ദ പേഷ്യന്റ് കണ്ടീഷൻ. അതായത് രോഗിയുടെ അവസ്ഥയെ കുറിച്ച് കൂടുതൽ അറിയാനും,
ട്രീറ്റ് ദ കണ്ടീഷൻ, ആ കണ്ടീഷനെ ചികിത്സിക്കാനും അല്ലെ രോഗാവസ്ഥയെ ചികിത്സിക്കാനും ആൻഡ് ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ, ആ കണ്ടീഷൻ ആ രോഗാവസ്ഥയ്ക്ക് നേരിടാനായിട്ട് രോഗിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായിട്ട് ഏതിനകത്ത് രേഖപ്പെടുത്തും? ഇനീഷ്യൽ പ്ലാൻസിനകത്ത് രേഖപ്പെടുത്തും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, കണ്ടീഷൻ ഡൗട്ടഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. ഇതാണ് കണ്ടീഷൻ ഡൗട്ടഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. അത് മാത്രമല്ല സംശയാസ്പദമായിട്ടുള്ളത് അല്ലെ, സംശയിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ എന്താണ് നോട്ട് ടു ബി റൂൾഡ് ഔട്ട്, തള്ളിക്കളയേണ്ടതോ അല്ലാത്തത്. തള്ളിക്കളയേണ്ടതല്ലാത്തതെന്ന് വെച്ചാൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങള്, പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള എല്ലാ രോഗനിർണയങ്ങളും ഏതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തും? ഇനീഷ്യൽ പ്ലാൻസിനകത്ത് രേഖപ്പെടുത്തും. മനസ്സിലായോ? അതായത് എല്ലാം ഒന്ന് രോഗനിർണയത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സംശയാസ്പദമായതായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ തള്ളിക്കളയേണ്ടതല്ലാത്തത് എന്ന് പറഞ്ഞ് പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലാത്തതുമായ എല്ലാ രോഗനിർണയങ്ങളെ പറ്റിയും ഏതിനകത്ത് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്? ഇനീഷ്യൽ പ്ലാൻസിനകത്ത് രേഖപ്പെടുത്തണം. ഓക്കെ, പിന്നെ പറയുന്നതാണ് സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലം ആർ കാറ്റഗറൈസ്ഡ് ഇൻടു മോർ ഇൻഫർമേഷൻ ഫോർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് കഴിഞ്ഞിട്ട് കോമ ഇടണം കേട്ടോ, ഡയഗ്നോസിസ് കഴിഞ്ഞിട്ട് കോമ ഇടണം. ഡയഗ്നോസിസ് കോമ മാനേജ്മെന്റ് ബ്രാക്കറ്റിൽ റൂൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പ്ലാൻ ഓരോ പ്രത്യേക പ്രശ്നങ്ങൾക്കുള്ള സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലം ഓർ ഈച്ച് ഇഷ്യൂ അല്ലെ, അതായത് ഓരോ പ്രത്യേക പ്രശ്നങ്ങൾക്ക് ഓരോ പ്രത്യേക പ്രോബ്ലത്തിന് എന്താ പറയാ അനുസരിച്ചിട്ടുള്ള പ്രത്യേക പ്ലാനുകൾ അല്ലെ, സ്പെസിഫിക് പ്ലാനുകൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം അല്ലെ. അത് ഡെവലപ്പ് ചെയ്യാൻ മാത്രമല്ല അതിനെ കാറ്റഗറൈസ് ചെയ്യണം. പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തത്. ഏതൊക്കെയാണ് രണ്ട് കാറ്റഗറി? ഇൻടു മോർ ഇൻഫർമേഷൻ ഫോർ, ഒന്ന് ഡയഗ്നോസിസ് അല്ലെ, ഡയഗ്നോസിസിനായിട്ടുള്ള ഒരു കാറ്റഗറി, അതുപോലെ തന്നെ മാനേജ്മെന്റിനായിട്ടുള്ള ഒരു കാറ്റഗറി. അങ്ങനെ രണ്ട് കാറ്റഗറിയിലായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട്. ഇതോടെ പറയാം, അതായത് ഓരോ പ്രത്യേക പ്രോബ്ലങ്ങളും ഓക്കെ, ഓരോ പ്രത്യേക പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് സ്പെസിഫിക് പ്ലാനുകൾ അല്ലെ, കൃത്യമായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് പദ്ധതികൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്താൽ മാത്രം പോലെ അതിന് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് അതിനെ തിരിക്കണം. രണ്ട് കാറ്റഗറി ഏതൊക്കെയാണ്? ഒന്ന് ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു കാറ്റഗറി, മാനേജ്മെന്റ് എന്ന് വെച്ചാൽ പ്രോബ്ലത്തിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം ഓക്കെ, അതിനായിട്ടുള്ള ഒരു കാറ്റഗറി. അങ്ങനെ രണ്ട് കാറ്റഗറിയിലായിട്ട് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ പറഞ്ഞത്? സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലം are categorized into more information for diagnosis, മാനേജ്മെന്റ്. റൂൾഡ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും, തള്ളിക്കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ച് കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇതാണ് തെറാപ്പി. ഓക്കെ, തെറാപ്പി എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകളെ പറ്റിയുള്ള വിശദാംശങ്ങള്, പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, കോഴ്സ് അല്ലെ, പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലർക്ക് ഒരു പ്രൊസീജിയർ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അവര് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്കം ഉണ്ട് അല്ലെ, ഒരു റിസൾട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള തെറാപ്പി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇനീഷ്യൽ പ്ലാൻസിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല പേഷ്യന്റ് എഡ്യൂക്കേഷൻ, നമ്മൾ നേരത്തെ ഉള്ളൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ആൻഡ് ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ അല്ലെ. അതായത് പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ രോഗാവസ്ഥയെ പറ്റി പേഷ്യൻസിന് എന്ത് കൊടുക്കണം? അറിവ് കൊടുക്കണം, അവർക്കൊരു അവബോധം ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും ഇനീഷ്യൽ പ്ലാൻസിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ പ്ലാനിനകത്ത് എന്താണ്? രോഗാവസ്ഥയെ പറ്റി, രോഗിയുടെ അവസ്ഥയെ പറ്റി കൂടുതൽ അറിയാനും അതിനെ ചികിത്സിക്കാനും അതുപോലെ ആ രോഗാവസ്ഥയെ നേരിടാനായിട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാം അടങ്ങുന്നതാണ് ഇനീഷ്യൽ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങള്, പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലാത്ത രോഗനിർണയങ്ങള്, ഇവയെല്ലാം തന്നെ അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ മാത്രമല്ല ഓരോ പ്രത്യേക പ്രോബ്ലങ്ങളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള സ്പെസിഫിക് പ്ലാനുകൾ അല്ലെ, പ്രത്യേക പ്ലാനുകൾ ഡെവലപ്പ് ചെയ്ത് അത്
കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അതിന് നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത്. ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഇനി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട്, അങ്ങനെ 2 കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, പുതിയ അതായത് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് അല്ലെ, സ്പെസിഫിക് പ്രോബ്ലംസ് ആണ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക. അത് കൃത്യമായിട്ട് വ്യക്തിഗതമായിട്ട് തന്നെ അവരുടെ പ്രോബ്ലം എന്താണ് അത് പരിഹരിക്കാനുള്ള സ്പെഷ്യൽ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കണം. ഒന്ന് ഡയഗ്നോസിസ് എന്ന് പറയുന്ന കാറ്റഗറി, അത് മാനേജ് ചെയ്യാനുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. പിന്നെ പറയുന്നത് തെറാപ്പി ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് മരുന്നുകളുടെ വിവരങ്ങള്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, ആ ട്രീറ്റ്മെന്റുകളിലൂടെ അവരെന്താണ്, എന്ത് ഗോളാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനീഷ്യൽ മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ, അതായത് രോഗത്തെ പറ്റി എന്ത് വേണം, രോഗിക്ക് അവബോധം കൊടുക്കണം അല്ലെ, അവർക്ക് അതിനെ പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കും, ഇനീഷ്യൽ പ്ലാൻസിനകത്ത് ഉണ്ടായിരിക്കും. പറഞ്ഞു മനസ്സിലായല്ലോ? കേരളയിൽ നിന്ന് ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഏറ്റവും അടുത്തത് കേട്ടോ, 4ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രോഗ്രസ് നോട്ട്സ് ആണ് കേട്ടോ. പ്രോഗ്രസ് നോട്ട്സ്, പ്രോഗ്രസ് നോട്ട്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ട്? മെഡിക്കൽ റെക്കോർഡ്സിനകത്ത്, ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രോഗ്രസ് നോട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, രോഗിയുടെ പുരോഗതിയെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും നടത്തുന്ന ഒരു ക്ലിനിക്കൽ ഡാറ്റയാണ് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത് അല്ലെ. പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് എന്തൊക്കെ നോട്ട് ഉണ്ടായിരിക്കുന്ന നമ്മൾ പറഞ്ഞത്, അഡ്മിഷൻ നോട്ട് ഉണ്ടായിരിക്കും അല്ലെ, ഫോളോ അപ്പ് നോട്ട് ഉണ്ടായിരിക്കും, ഫൈനൽ നോട്ട് ഉണ്ടായിരിക്കും. ഇത് 3 അടങ്ങുന്നതാണ് ഒരു പ്രോഗ്രസ് നോട്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പഠിച്ചില്ലേ നമ്മള്? പ്രോഗ്രസ് നോട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടാവാം? അഡ്മിഷൻ നോട്ട്, പിന്നെ എന്തായിട്ടുണ്ടായിരിക്കാം, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്. അങ്ങനെ 3 നോട്ട്സുകൾ അടങ്ങുന്നതാണ് ഇത് പ്രോഗ്രസ് നോട്ട്സ്. ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കേട്ടോ. നോക്കാം, ഇറ്റ് ഈസ് എ ഫോളോ ഫോർ ഈച്ച് പ്രോബ്ലം. അതായത് ഓരോ പ്രോബ്ലത്തിനെ പറ്റിയുള്ള ഒരു ഫോളോ അപ്പ് ആണ് ശരിക്കും പ്രോഗ്രസ് നോട്ട്. ഫോളോ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു രോഗി അഡ്മിറ്റ് ആവുന്നത് തൊട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു രോഗി പരിചരണത്തിന്റെ ആ ഒരു കോഴ്സ് അല്ലെ, ആ ഒരു ഇതില് ചെയ്യുന്ന ആക്ടിവിറ്റീസും മറ്റുമാണ് എന്തിനകത്ത് രേഖപ്പെടുത്തുന്നത്, പ്രോഗ്രസ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത്. സോ ഇറ്റ് ഇസ് എ ഫോളോ അപ്പ് നോട്ട്, അതായത് ഫോളോ അപ്പ് ആണ്. പിന്നെ മാത്രമല്ല, ഇത് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. ഈച്ച് നോട്ട് ഈസ് പ്രൊസീഡഡ് ബൈ the number and title of the apt problem and contains the any of SOAP. അതായത് ഓരോ നോട്ടും, അതായത് ഓരോ പ്രോഗ്രസ് നോട്ടിനും മുൻപായിട്ട് അതിന് മുൻപായിട്ട് ആ ഒരു പ്രോബ്ലത്തിന്റെ നമ്പറും അതുപോലെ ആ പ്രോബ്ലത്തെ പറ്റി സംഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു തലക്കെട്ടും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുമ്പോൾ ആ നോട്ടിന് മുൻപിലായിട്ട് എന്ത് ചെയ്യണം, അതിന് മുൻപായിട്ട് ആ പ്രോബ്ലത്തിന്റെ നമ്പറും പ്രോബ്ലത്തിന്റെ നമ്പറും ആ പ്രോബ്ലം എന്താണെന്ന് സംഗ്രഹിക്കുന്ന ചെറിയൊരു ടൈറ്റിലും മോളില് രേഖപ്പെടുത്തിയിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഏരിയ ഓഫ് സോപ്പ്. സോപ്പ് എന്താന്നുള്ളത് അടുത്ത പറയുന്നുണ്ട്. സോപ്പില് കുറച്ച് ഇലമെന്റ്സുകളൊക്കെ വരുന്നുണ്ട്. സോപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ പറയുന്ന POMR ഫോർമാറ്റില് ആ റെക്കോർഡില് എന്താണ് ഈ പറഞ്ഞ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ആ രീതിയുണ്ട്. പ്രോഗ്രസ് നോട്ട് എഴുതുന്ന രേഖപ്പെടുത്തുന്ന ആ രീതിയെയാണ് നമ്മള് സോപ്പ് എന്നാണ് ചുരുക്കി പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സോപ്പ് എന്ന് പറയുമ്പോൾ S എന്താണ്, O എന്താണ്, A എന്താണ്, B എന്താണ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഇലമെന്റ്സും ഇതിനകത്ത് ഉണ്ടായിരിക്കും, പ്രോഗ്രസ് നോട്ട്സിനകത്ത് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫോളോ അപ്പ് ആണ് ശരിക്കും. ഓരോ പ്രോബ്ലത്തിനുള്ള ഒരു ഫോളോ അപ്പ് ആണ് പ്രോഗ്രസ് നോട്ട്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതില് ഈ നോട്ടിന് മുൻപായിട്ട് ആ പ്രോബ്ലത്തിന്റെ നമ്പറും ആ പ്രോബ്ലം എന്താണെന്നുള്ള ചെറിയൊരു സമ്മറി, ആ ഒരു സംഗ്രഹിക്കുന്ന രീതിയിലൊരു ടൈറ്റിലും അതിന്റെ മുകളിലായിട്ട് നമ്മൾ രേഖപ്പെടുത്തും. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് സോപ്പ് എന്താണെന്നാണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മളോട് ചോദിക്കാം, സോപ്പ് S സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ O സ്റ്റാൻഡ്സ് ഫോർ, A സ്റ്റാൻഡ്സ് ഫോർ, P സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്ന് നമുക്ക് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സോപ്പ്. നോക്കാം, the process of receiving a note by any or all of the following elements. കേട്ടോ, അതായത് നമ്മളൊരു പ്രോഗ്രസ് നോട്ടിന് മുൻപായിട്ട് ഇനി പറയുന്ന ഇലമെന്റ്സുകൾ, ഈ പറയുന്ന എല്ലാ ഇലമെന്റ്സും വേണമെന്നില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇലമെന്റ് ആവാം, അല്ലെങ്കിൽ എല്ലാ ഇലമെന്റ്സും എഴുതുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് സോപ്പിൽ എസ് എന്താണ്? എസ് എന്താ ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റീവ്. അതാണ്
സബ്ജക്റ്റീവ് അറിയാലോ കേട്ടോ. ഇൻ സോപ്പ് എസ് സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. എസ് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റീവ് ആണ് കേട്ടോ. സബ്ജക്റ്റീവ് ആണ് ഞാൻ പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട്. സിംറ്റമാറ്റിക്. എന്താണ് സബ്ജക്റ്റീവിനകത്ത് വരാന്ന് അറിയാമോ? ഈ പറയുന്ന രോഗിയുടെ രോഗലക്ഷണങ്ങള്, അവരുടെ സിംറ്റംസുകള്, അതുപോലെ അവരുടെ കംപ്ലൈന്റ്സുകള്, അവരുടെ പ്രശ്നങ്ങള്, കൺസേൺസ്, അവരുടെ ആശങ്കകള്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സബ്ജക്റ്റീവിനകത്ത് രേഖപ്പെടുത്തുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അതായത് ആ രോഗിയുടെ രോഗലക്ഷണങ്ങള്, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങള്, പിന്നെ എന്താ പറയാ, അവരുടെ കൺസേൺസ് ഒക്കെ ഉണ്ടാവും അല്ലെ, രോഗത്തെ പറ്റി അവർക്കുള്ള കുറെ ആശങ്കകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സബ്ജക്റ്റീവില് ഉൾപ്പെടുന്നത്. സബ്ജക്റ്റീവ് എന്നതുകൊണ്ട് അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിംറ്റമാറ്റിക് ആണ്. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മെഷറബിൾ അഥവാ ഒബ്സർവബിൾ. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതും നിരീക്ഷിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാബ് പരിശോധന, ലാബ് ടെസ്റ്റുകള്, റേഡിയോളജി ടെസ്റ്റുകള്, പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സുകള്, അതൊക്കെ ഇതിനകത്ത് വരും. നമുക്ക് ഒബ്ജക്റ്റീവിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഒബ്ജക്റ്റീവിനകത്ത് ഈ പറയുന്ന ലാബ് റിസൾട്ടുകള്, അതുപോലെ തന്നെ വൈറ്റൽ സയൻസ് കേട്ടോ. വൈറ്റൽ സയൻസ് എന്ന് പറയുമ്പോൾ വൈറ്റൽസ് എടുക്കില്ലേ, ടെമ്പറേച്ചർ, പ്രഷർ, പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ, പൾസ് ഓക്സിമീറ്റർ ഒക്കെ വെച്ച് നമ്മൾ നോക്കാറില്ലേ? ഏതൊരു ഹോസ്പിറ്റലിൽ നോക്കാതെ വൈറ്റൽസ് എടുക്കും അല്ലെ. നമ്മുടെ ടെമ്പറേച്ചർ നോക്കും, നമ്മുടെ പ്രഷർ നോക്കും, അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ നോക്കും. അതൊക്കെ വൈറ്റൽ സയൻസ് ആണ്. അതെല്ലാം എന്താ മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ ഒബ്സർവബിൾ ആയിട്ടുള്ളത് ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ്, ശാരീരിക പരിശോധനയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങള്, ലാബ് റിസൾട്ടുകള്, റേഡിയോളജി ടെസ്റ്റുകള്, വൈറ്റൽ സയൻസ് ഒക്കെയാണ് ഒബ്ജക്റ്റീവിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, മൂന്നാമത്തത് അസസ്മെന്റ്. എ ഫോർ എ എന്താണ്? സോപ്പിലെ എ എന്താണ് ഉദ്ദേശിക്കുന്നത്? അസസ്മെന്റ്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തലാണ് അല്ലെ. അതെന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ഇന്റർപ്രിട്ടേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ. അതായത് ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള ആ ഒരു എന്താ പറയുക ഡോക്ടറുടെ വിലയിരുത്തലാണ് അല്ലെ. അതായത് ആ രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള ഡോക്ടറുടെ വിലയിരുത്തലിനെയാണ് നമ്മളിവിടെ അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് പി ആണ്. പി എന്താ ഉദ്ദേശിക്കുന്നത്? പി ഫോർ പ്ലാൻ ആണ് അല്ലെ. പി ഫോർ പ്ലാൻ ആണ്. പ്ലാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ അല്ലെ. അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. മനസ്സിലായോ? SOAP സോപ്പ് എന്നാണ് അതിനെ പറയുക കേട്ടോ. എന്താണ് സോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The writing of progress notes in the POMR format is often referred to as soaping. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. അതാണ് the writing of progress notes in the POMR format is often referred to as soaping. അതായത് നമ്മൾ ഈ പറയുന്ന POMR ഫോർമാറ്റില് പ്രോഗ്രസ് നോട്ട്സുകൾ എഴുതുന്ന രീതിയാണ് നമ്മൾ സോപ്പിംഗ് എന്നാണ് പറയുക. ഈ ഒരു രീതിയിൽ, ഈ ഒരു എന്താ പറയാ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവും. സബ്ജക്റ്റീവ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അസസ്മെന്റ് ഉണ്ടാവും, പ്ലാൻ ഉണ്ടാവും. ചിലപ്പോൾ ഈ പറയുന്ന 4 എലമെന്റ്സും അതിനകത്ത് ഉൾപ്പെടുത്തും. ചിലപ്പോൾ 4 എലമെന്റ്സും ഉണ്ടാവുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവും. ചിലപ്പോൾ സബ്ജക്റ്റീവ് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അതുണ്ടാവില്ല, ഒബ്ജക്റ്റീവ് മാത്രമായിരിക്കാം, അങ്ങനെയും വരാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. സോപ്പില് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എസ് എന്താണ്? എസ് ഫോർ സബ്ജക്റ്റീവ് ആണ്, O ഫോർ ഒബ്ജക്റ്റീവ് ആണ്, എ എന്ന് പറയുന്നത് അസസ്മെന്റ് ആണ്, ബി എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഒരു POMR ഫോർമാറ്റിനകത്ത് പ്രോഗ്രസ് നോട്ട്സുകൾ എഴുതുന്ന രീതിയാണ് സോപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലാസ്സിൽ ആരും ഇല്ലേ? എല്ലാവരും ഓക്കെ, മനസ്സിലായി. ശരി, അടുത്ത നോക്കാം നമുക്ക്. അപ്പൊ അതിന് നമ്മള് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ POMR ഫോർമാറ്റ്? രോഗിയുടെ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശങ്കകളെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് രേഖപ്പെടുത്തുന്ന രീതിയാണ്. ആ ഒരു ഫോർമാറ്റ് ആണ് POMR എന്ന് പറയുന്നത്. SOMR പഠിച്ചു, POMR പഠിച്ചു. POMR കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു അല്ലെ. അതിന് 4 ഭാഗങ്ങളുണ്ട്: ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, അതുപോലെ തന്നെ ഇനീഷ്യൽ പ്ലാൻസ്, പ്രോഗ്രസ് നോട്ട്. അപ്പൊ അതിൽ പഠിക്കേണ്ട കുറെ പോയിന്റുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള ഒരേ ഒരാളാണ്, ആരാണത്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, അതോടുകൂടി ഈ ചാപ്റ്ററുടെ അവസാനിക്കും. ഓക്കെ,
നമുക്ക് നോക്കാം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിന്റെ പോയിന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞത്. ഒരു 4 ബുള്ളറ്റുകളിലായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇതെല്ലാം തന്നെ എന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രത്യേകതകളാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പുതിയതായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് വായിക്കാം. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് all forms are combined in strict chronological order. നമ്മൾ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡേറ്റിനനുസരിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് കേട്ടോ. all forms are combined in strict chronological order. അതായത് അത് എല്ലാ വിവരങ്ങളും നമ്മൾ എന്താണ് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെ കൃത്യമായിട്ടുള്ള കാലക്രമത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വിവരങ്ങള് രേഖപ്പെടുത്തി വെക്കുന്നത്. ഏതിനകത്ത്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനകത്ത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് on the nursing station, the most current entries will be at the beginning of the report. On the discharge, it will be reorganized so that the complete medical record reads from admission to discharge. ഈ പോയിന്റ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രീസുകളെല്ലാം തന്നെ എവിടെയായിരിക്കും? റെക്കോർഡിന്റെ ബിഗിനിങ്ങിലായിരിക്കും അല്ലെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രീസ് ആയിട്ട് പ്ലേസ് അറ്റ് ടോപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള എൻട്രീസുകളൊക്കെ മുകളിലും ഭാഗത്തും, അതേസമയം പഴയത് ഓൾഡർ വിവരങ്ങളെല്ലാം തന്നെ എവിടെയായിരിക്കും? ബോട്ടത്തിലായിരിക്കും അല്ലെ. ഈ പറയുന്ന താഴ്ഭാഗത്തായിരിക്കും. അത് മാത്രമല്ല ഡിസ്ചാർജിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള വിവരങ്ങളെല്ലാം റീഓർഗനൈസ് ചെയ്യും അല്ലെ. റീഓർഗനൈസ് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രസന്റ് ഇൻ ദ ഓർഡർ ദാറ്റ് ഇറ്റ് ഒക്കേർഡ് അല്ലെ. അത് നടന്ന ആ ഒരു ഓർഡറിൽ പ്രസന്റ് ചെയ്യാൻ പാകത്തില് നമ്മൾ എന്ത് ചെയ്യും? അതിലെ വിവരങ്ങളെ റീഅറേഞ്ച് ചെയ്യും അഥവാ നമ്മൾ റീഓർഗനൈസ് ചെയ്യും. അതുകൊണ്ട് എന്താ ഗുണം നമുക്ക്? സോ ദാറ്റ് ദ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീഡ്സ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റീഅറേഞ്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് നമ്മൾ കിട്ടുന്നത്. വിവരങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവരുന്ന സംഭവമാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ അതിനകത്ത് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഡിസ്ചാർജിന്റെ സമയമാകുമ്പോൾ അതിനകത്ത് വിവരങ്ങൾ നമ്മൾ ഒന്നുകൂടെ റീഓർഗനൈസ് ചെയ്യും. അതായത് ആ സംഭവിച്ച ഓർഡർ കുറെ കൂടെ കറക്റ്റ് ആക്കി നമ്മൾ വെക്കും. അപ്പൊ നമുക്ക് അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേക ഒരു ഓർഡറിൽ ഒരു ഫ്ലോയിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? സോ എ പേഷ്യന്റ് റെക്കോർഡ് മേ ഹാവ് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ഫോളോഡ് ബൈ എ പ്രോഗ്രസ് നോട്ട്, then a nurse's note, X-ray report, additional progress notes, കൺസൾട്ടേഷൻ റിപ്പോർട്ട് ആൻഡ് സോ. ആ രീതിയിലായിരിക്കും അത് റീഓർഗനൈസ് ചെയ്യുക അല്ലെ. ആദ്യം നമ്മള് ഹിസ്റ്ററി വരും, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ, അതിനെ തുടർന്ന് പ്രോഗ്രസ് നോട്ട്, നഴ്സസ് നോട്ട്, എക്സ്റേ റിപ്പോർട്ട്, അഡീഷണൽ പ്രോഗ്രസ് നോട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ റീഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് കൃത്യമായിട്ടുള്ള കാലക്രമത്തിനനുസരിച്ചിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് എൻട്രികളെല്ലാം ടോപ്പിലും ഓൾഡർ റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ഓൾഡർ വിവരങ്ങൾ എൻട്രീസുകളെല്ലാം താഴ്ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ നമ്മൾ ഡിസ്ചാർജിന്റെ സമയത്ത് അത് റീഓർഗനൈസ് ചെയ്യും. സോ യു ക്യാൻ ബി റീഡ് ഫ്രം പേഷ്യന്റ് ടു ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം കേട്ടോ. അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് നോക്കാം. All information on a particular episode of care is together, thus giving an exact picture of the patient and response to treatment. ഇവിടെ എന്താണ് പ്രത്യേകത? അതായത് ഒരു രോഗി പ്രത്യേക കാലയളവില് ഉള്ള ആ രോഗി പരിചരണത്തിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ഒരുമിച്ചാണ് ലഭിക്കുന്നത്. ശരിയല്ലേ? മറ്റുള്ളവർക്ക് പറയുന്ന സോഴ്സിനെ ബേസ് ചെയ്ത് ചെയ്യുന്ന എസ്ഒമാരില് POMRലാകുമ്പോൾ പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല. ഒരു പ്രത്യേക കാലയളവില് ആ രോഗി പരിചരണത്തിന് ലഭിച്ച എല്ലാ വിവരങ്ങളും അല്ലെ, രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഒരുമിച്ചാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. ഒരുമിച്ച് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രോഗിയുടെ രോഗാവസ്ഥയെ പറ്റി, ഓരോ ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ റെസ്പോൺസിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു പ്രത്യേക കാലയളവ് ഒരാഴ്ച അല്ലെങ്കിൽ 2 വീക്സ് പരിചരണത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു 2 വീക്സിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ആ വ്യക്തിയുടെ നടന്നു, എന്തൊക്കെ ലാബ് ടെസ്റ്റുകൾ നടന്നു, എന്തൊക്കെ എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻസ് നടന്നു, ലാബ് ടെസ്റ്റുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ, അങ്ങനെ ആ ഒരു പ്രത്യേക കാലയളവിൽ ആ രോഗി പരിചരണത്തിന്റെ എല്ലാ വിവരങ്ങളെയും പറ്റി നമുക്ക് എന്ത് കിട്ടും? ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരുമിച്ച് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ പറ്റിയും ആ ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ റെസ്പോൺസിനെ പറ്റിയും കൃത്യമായിട്ട് എക്സാക്ട് പിക്ചർ, കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് അതിലൂടെ ലഭിക്കും. ഓക്കെ,
ഇത് പറയുന്നത് പേഷ്യന്റ് പ്രോഗ്രസ് ക്യാൻ ബി ഡിസൈഡ് റാപ്പിഡ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേഷ്യന്റിന്റെ പ്രോഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. നമ്മള് ഇത് SOMR പറഞ്ഞപ്പോ നമ്മള് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു അല്ലെ. സോഴ്സിനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രോഗിയുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് കംപ്ലീറ്റ് വിവരം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് അതാണ്. എല്ലാ വിവരങ്ങളും ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ പിക്ചർ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനും അതിനനുസരിച്ച് ആ രോഗിയുടെ പ്രോഗ്രസ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ഡിസ്അഡ്വാൻറ്റേജ് എന്ന് അറിയാമോ? സിമിലർ ഇൻഫർമേഷൻ ഇസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ്. Similar information is difficult to be compared because all reports of one type are not together in the report. ശരിയല്ലേ? അതായത് നമുക്ക് ഒരേപോലെയുള്ള വിവരങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. കാര്യം നമുക്കറിയാം IMR ആണ്, ഇന്റഗ്രേറ്റഡ് ആണ്. അവിടെ വിവരങ്ങളെല്ലാം തന്നെ പരസ്പരം നമ്മൾ കിട്ടുന്ന വിവരങ്ങളെ സംയോജിപ്പിക്കുകയാണ്. അപ്പൊ അവിടുത്തെ വിവരങ്ങൾ എന്ന് പറയുന്ന എല്ലാം എന്തായിരിക്കും, ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും, ചിതറിക്കിടക്കുന്ന രീതിയിലായിരിക്കും അതിനകത്ത് വിവരങ്ങൾ ഉണ്ടാവാം. അവസാനമാണ് നമ്മൾ അതിനൊക്കെ ഒന്ന് റീഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുന്നത്. പക്ഷെ എന്തായാലും ഇതിന് ക്രോണോളജിക്കൽ ഓർഡറിലുമാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ഇന്ന് നടന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എഴുതുന്നു, നാളെ നടന്ന കാര്യങ്ങൾ അതങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ ഡേറ്റ് അനുസരിച്ചിട്ടാണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഒരേ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരുമിച്ചല്ല കിട്ടുന്നത്. സോഴ്സ് ഓറിയന്റഡിന്റെ പോലെയല്ലല്ലോ. അതായത് ഒരേ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരുമിച്ചല്ല നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരേപോലെയുള്ള വിവരങ്ങളെ കമ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ലാബ് റിസൾട്ട് ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് ഒരു 2 ദിവസം മുമ്പ് ചെയ്ത ലാബ് റിസൾട്ടിന്റെ ലാബ് റിസൾട്ടും പിന്നീട് ചെയ്ത ലാബ് റിസൾട്ടും നമുക്ക് പരസ്പരം പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റും സോഴ്സിനടുത്ത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ സാധിക്കില്ല കേട്ടോ. അതാണ് അവർ പറഞ്ഞത്. Similar information is difficult to be compared because all reports of one type are not together in the record. For example, അവർ പറയുന്നത് fasting blood sugar levels only one individual can record at a time. For example ആണ് അവർ പറയുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ. അതായത് നമ്മള് ഭക്ഷണത്തിന് മുമ്പായിട്ട് നമ്മൾ ഷുഗറിന്റെ ലെവൽ നോക്കും അല്ലെ. സാധാരണ നമ്മളൊരു ഓവർനൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും, രാവിലെ ആയിരിക്കും നമ്മൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ ടൈം. അതായത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ ഇത് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലെ. ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്കത് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. പലതവണ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റിയൊരു അളവാണോ അത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ? അല്ല. ഇന്ന് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ നോക്കി, പിന്നീട് ഇന്ന് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് രേഖപ്പെടുത്താനായിട്ട് പറ്റില്ല. അതും പ്രത്യേക കാര്യം കൂടെ പറയുന്നത് ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ ടൈം. അതായത് ഒരാൾക്ക് ഒരു സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ ഇത് രേഖപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ഒരു പ്രാവശ്യം അയാൾക്ക് മാത്രമാണ് ഇത് ഒരു തവണ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ പിന്നെ തന്നെ നോക്കുന്ന 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആ ഡേറ്റിലായിരിക്കും ആ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവുക. അപ്പൊ എന്താ പ്രശ്നം, എല്ലാ വിവരങ്ങളും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവല് ഒരെണ്ണം ഇവിടെയാണെങ്കിൽ ഒരെണ്ണം വേറെ ഡേറ്റിലായിരിക്കും. അപ്പൊ നമുക്ക് പരസ്പരം കമ്പാരിസൺ അവിടെ നല്ല ബുദ്ധിമുട്ട് വരും അല്ലെ. പല പല ദിവസങ്ങളിലായിട്ടായിരിക്കും കിടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് സിമിലർ ഇൻഫർമേഷൻ പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അത് നമ്മുടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? ഈ ഒരു ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് പഠിച്ചു വന്നപ്പോ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, എന്താണ് മെഡിക്കൽ റെക്കോർഡ്, അതിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ഒരു ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ മെഡിക്കൽ റെക്കോർഡിൽ നമുക്ക് തുടക്കമേ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അത് രജിസ്ട്രേഷൻ സിസ്റ്റം, അതുപോലെ മറ്റേ എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്, ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരുന്നു. പിന്നെ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഇൻഫർമേഷൻ പുറത്തുവിടുന്നതും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഫയലിംഗ് സിസ്റ്റംസ് കേട്ടോ. എത്ര ടൈപ്പിലൊക്കെ ഫയൽ ചെയ്യാം, അതുപോലെ ഏതൊക്കെ ഫോർമാറ്റുകളാണ്, അതിന്റെ അഡ്വാൻറ്റേജ് ഏതാണ്, ഡിസ്അഡ്വാൻറ്റേജ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പുതിയ ചാപ്റ്ററിലോട്ട് കടക്കാം. നമുക്ക് എന്താ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. അടുത്ത ചാപ്റ്റർ ഇതാണ്, ഞാൻ എടുക്കുന്ന അടുത്ത ചാപ്റ്റർ ഇതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 3 അന്നത്തെ ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ് കേട്ടോ.
മൊഡ്യൂൾ 3-നകത്തെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ശരിയല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂൾ 3-നകത്തെ ലാസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടല്ലേ കിടക്കുന്നത്? അതെ, ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ മൊഡ്യൂൾ 3 പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് വേറൊരു ചാപ്റ്റർ 4ാമത്തെ മൊഡ്യൂളിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അതിലെ കണ്ടന്റുകളൊക്കെ ഏകദേശം എന്താണ്, സിമിലർ ആണ് കേട്ടോ, ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, നമ്മൾ പഠിക്കുന്ന കോഴ്സാണ് അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ, പറഞ്ഞോളൂ, ഫ്രീ ആയിട്ട് പറഞ്ഞോളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? എന്തായിരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നിങ്ങൾ പഠിക്കുന്ന കോഴ്സാണ് അല്ലെ? ഓക്കെ, പറഞ്ഞോളൂ. എന്താണ് ജിഫി പറഞ്ഞത്? മാനേജ് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ. ഓക്കെ, വെരി കറക്റ്റ് ആണ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യാം. ഓക്കെ, ജിഫിയുടെ കറക്റ്റ് ആണ് പറഞ്ഞത്. ഇനി വേറെ ആർക്കെങ്കിലും ആർക്കില്ല ഒന്നും പറയാനില്ല? പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, തെറ്റാതെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇത് നോക്കൊന്നും വേണ്ട. വേറെ ആർക്കൊന്നും പറയാനില്ല? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നിങ്ങളുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കും അല്ലേ? അല്ലേ, ഒരു ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നത്. എന്തായിരിക്കും? എന്തായിരിക്കും? മാനേജ്മെന്റ്. ഓക്കെ, അബ്ദുൽ സലാം പറഞ്ഞു മാനേജ്മെന്റ്. ഓക്കെ, കറക്റ്റ് ആണ്, എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ വേറെ ആർക്കൊന്നും പറയാനില്ലാന്ന് തോന്നുന്നു. ഞാനൊന്നും കൂടെ ഔട്ട്പുട്ട് കൊടുക്കാം കേട്ടോ. ചെയ്തിട്ടുള്ളൂ, കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ശരി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, അവിടുത്തെ മാനേജ്മെന്റ്, അതിന്റെ ലീഡർഷിപ്പ്, മറ്റെല്ലാ പ്രവർത്തനങ്ങളും അടങ്ങുന്നതാണ്, ഉൾപ്പെടുന്നതാണ് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ആണ്, ഭരണ വിഭാഗമാണ് അല്ലെ. അത് അവരുടെ റോൾ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ്, അതിന്റെ ലീഡർഷിപ്പ്, അവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിന്റെ സൂപ്പർവൈസിംഗ്, ഇതെല്ലാം അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ. പിന്നെ നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അല്ലെ. അത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഏതൊരു വിഭാഗത്തിന് എന്തുണ്ടായിരിക്കും? ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. അവരായിരിക്കും മൊത്തത്തിൽ ആ ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് അവരായിരിക്കും. ഇനി ഒരു ഹോസ്പിറ്റലിലോട്ട് വരികയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? രോഗികൾക്ക് ഏറ്റവും ക്വാളിറ്റി കെയർ കൊടുക്കാന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പരിചരണം കൊടുക്കൽ മാത്രമാണോ? അല്ല, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം അവർക്ക് പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് അല്ലെ. ഏറ്റവും അഫോർഡബിൾ, സാധാരണക്കാർക്കും എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ ക്വാളിറ്റി കെയർ ആണ് ഓരോ രോഗിക്കും വേണ്ടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതും പ്രത്യേകം ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട് വേണം ഇത്തരം സേവനങ്ങൾ ആർക്ക് കൊടുക്കാനായിട്ട്? പേഷ്യൻസിനും മറ്റു സ്റ്റാഫുകൾക്കും കൊടുക്കാനായിട്ട് അല്ലെ. നമ്മൾ എന്ത് സേവനം കൊടുക്കുന്നതും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സാമ്പത്തിക അടിത്തറ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ ഒരു സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തിയിട്ട് ഏറ്റവും ക്വാളിറ്റി കെയർ അവിടുത്തെ പേഷ്യൻസിനും അതുപോലെ മറ്റു സേവനങ്ങളും കൊടുക്കാന്നുള്ളത് എന്താണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അതാണ്. അപ്പൊ അത്തരം ലക്ഷ്യങ്ങള് നടപ്പിലാക്കുന്നതിന് അത് എൻഷുർ ചെയ്യുന്നതായിരിക്കും അതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? എന്താണ് ആദ്യം പറഞ്ഞത്? മാനേജ് ഹോസ്പിറ്റൽ മാക്സിമം ഏർണിംഗ് ടു പ്രോഫിറ്റ്, മാനേജിംഗ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, കോർഡിനേറ്റിംഗ്, ഡയറക്ടിംഗ് ആൻഡ് ഓപ്പറേഷൻ, മെഡിക്കൽ സർവീസസ് കൺട്രോൾ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതിലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് മെസ്സേജ് വായിക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്. അതെ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം ഓക്കെ. അതിലും ഒരു ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസുകൾ ഇതെല്ലാം തന്നെ നമ്മൾ മാനേജ് ചെയ്യുന്നതും അതിൽ പറഞ്ഞ സെയിം പോയിന്റ് ആണ് കേട്ടോ. മാനേജ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും അതിന്റെ ലീഡർഷിപ്പും മറ്റെല്ലാ പ്രവർത്തനങ്ങളും അടങ്ങുന്നതാണ് ഇതെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്? ഓക്കെ, എവിടെ നിന്നാണ് ആ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ അല്ല അഡ്മിനിസ്ട്രേഷൻ എന്നതിനെ പറ്റി രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്.
പ്രധാനമായിട്ടും ഹെർബർട്ട് സൈമന്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ലൂഥർ ഗെർലിക്കിന്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഡെഫിനിഷൻ തന്നിട്ട് ആര് പുട്ട് ഫോർവേഡ് ചെയ്തതാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ഇലമെന്റ്സുകൾ ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും വരും അല്ലെ, ഹോസ്പിറ്റലിൽ മാത്രമല്ല ബിസിനസ്സിലായാലും എല്ലാത്തിലും ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെ. പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം റോളുകളാണ് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ നോളജ് നിങ്ങൾക്ക് കിട്ടും. തിയറി ഇതാണെങ്കിൽ കൂടിയും നിങ്ങൾ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു പൊസിഷനിലോട്ട് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തൊക്കെ റോളുകൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ എന്തെല്ലാം സ്കില്ലുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും എന്നതിനെ പറ്റിയുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം, തുടങ്ങാം. നമുക്ക് ശ്രദ്ധിക്കാം. അഡ്മിനിസ്റ്റർ originated from the Latin word ad plus ministere, that means to care for or to look after people. To manage affairs. ആദ്യം നമ്മൾ പഠിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? നോട്ട് ചെയ്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആഡ് പ്ലസ് മിനിസ്ട്രയർ. അതാണ് ആഡ് പ്ലസ് മിനിസ്ട്രയർ എന്ന്. ആഡ് ആഡ് എന്ന് പറഞ്ഞാൽ ടു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. TO2 എന്നുള്ള അർത്ഥമാണ്. മിനിസ്ട്രയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഭരണം, ഓക്കെ, ഭരണം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആഡ് പ്ലസ് മിനിസ്ട്രയർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്ക് ഒറിജിനേറ്റ് ചെയ്തത്? അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, എന്താണ് അതിന്റെ മീനിങ്? മീനിങ് എന്താണ്? ടു കെയർ ഫോർ. എന്താണ് ടു കെയർ ഫോർ? എന്താണ് ടു കെയർ ഫോർ? പരിചരിക്കുക അല്ലെ, പരിചരിക്കുക. അടുത്ത അർത്ഥം എന്താണ്? ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ. ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ അല്ലെ, ആളുകളെ എന്ത് ചെയ്യാം? പരിപാലിക്കുക, ആളുകളെ പരിപാലിക്കുക. കൊമേഡനം ടു മാനേജ് അഫയേഴ്സ്. മൂന്നാമതൊരു അർത്ഥമാണ് ടു മാനേജ് അഫയേഴ്സ് അല്ലെ, കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. എന്നിങ്ങനെ 3 അർത്ഥങ്ങളാണ് അവയ്ക്ക് പറയുന്നത്. ഇങ്ങനെ അർത്ഥങ്ങൾ വരുന്ന ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം? അഡ്മിനിസ്റ്റർ ദാറ്റ് ഇസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഏത് വേർഡാണ്? ലാറ്റിൻ ആണോ, ഗ്രീക്ക് ആണോ, ജർമ്മൻ ആണോ, ഫ്രഞ്ച് ആണോ? ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ വേർഡിൽ നിന്നാണ് അല്ലെ. ഏതാണ് ലാറ്റിൻ വേർഡ്? ആഡ് പ്ലസ് മിനിസ്ട്രയർ അല്ലെ. എന്താണ് ആ ലാറ്റിൻ വേർഡിന്റെ അർത്ഥം? എന്താണ്? ടു കെയർ ഫോർ അല്ലെ, പരിചരിക്കുക. അല്ലെങ്കിലോ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ആളുകളെ പരിപാലിക്കുക. അല്ലെങ്കിലോ ടു മാനേജ് അഫയേഴ്സ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ വരുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു ഡെഫിനിഷൻ ആണ്, 2 ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Administration is the activities of groups cooperating to fulfill common goals. ആരുടെയാണത്? ഹെർബർട്ട് സൈമൺ ട്ടോ. ആരുടെയാണ്? ഹെർബർട്ട് സൈമൺ. എന്ന് വായിക്കാം. Administration is the activities of groups cooperating to fulfill common goals. ആരുടെയാണ്? ഹെർബർട്ട് സൈമൺ. എന്താണ് പറയുന്നത്? അതായത് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് എന്താണ്? വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സഹകരിക്കുന്ന വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് എന്താണ്? കളക്റ്റീവ് എഫർട്ട് ഓഫ് ദ ഗ്രൂപ്പ്സ് ആണ്. കളക്റ്റീവ് എഫർട്ട് ഓഫ് ദ ഗ്രൂപ്പ്സ് വർക്കിംഗ് ടുഗെദർ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ദ കോമൺ ഗോൾസ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിന് അവരുടേതായ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലെ, അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് എല്ലാവരും അല്ലെ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. എന്തുമാത്രം ആളുകൾ അതിന് പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകൾ. ഇതിലെല്ലാവരും കൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട്
ഈ പറയുന്ന ഗ്രൂപ്പുകൾ എല്ലാവരും തന്നെ എങ്ങനെ പ്രവർത്തിക്കണം? സഹകരിച്ച് ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കണം അല്ലെ? അവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് അല്ലെ? ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ പല ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഒരുപാട് സ്റ്റാഫുകൾ പലവിധ എന്താ പറയാ സ്കെയിലുകളിൽ പെടുന്ന പല ഇതിൽ പെടുന്ന തലങ്ങളിൽ പെടുന്ന ഒത്തിരിയേറെ സ്റ്റാഫുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകൾ സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ, പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ അത് നിറവേറ്റുന്നത്. ശരിയല്ലേ? അത് തന്നെയാണ് അതൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സഹകരിക്കുന്ന വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ. ആരുടെ ഡെഫിനിഷൻ ആണ്? ഹെർബർട്ട് എ. സൈമൺ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ഡെഫിനിഷൻ ഇതാണ്. അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തത് മാത്രം കേട്ടോ. ആരുടെയാണിത്? ലൂഥർ കള്ളിക്ക് കേട്ടോ. എന്താണ് പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ. ആ ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നേരത്തെ നമ്മൾ അർത്ഥം പറഞ്ഞില്ലേ? ടു മാനേജ് അഫയേഴ്സ്. അത് തന്നെയാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ അല്ലെ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യലാണ്. എങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? തോന്നിയ രീതിയിലാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ് അല്ലെ? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളെ നിറവേറ്റുന്നുണ്ട്, അവയെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് അങ്ങനെ വേണം എന്ത് ചെയ്യാനായിട്ട്? കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. ആരുടെ ഡെഫിനിഷൻ ആണ്? ലൂഥർ കള്ളിക്ക്. ഓക്കെ, ആരാണ്? ലൂഥർ കള്ളിക്ക് കേട്ടോ. അത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഡെഫിനിഷൻ ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഹെർബർട്ട് എ. സൈമൺ പറഞ്ഞത് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് എന്താണ്? സഹകരിക്കുന്ന വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ്. ആ ഗ്രൂപ്പ് പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ഹെർബർട്ട് എ. സൈമൺ ആണ്. ലൂഥർ കള്ളിക്ക് പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ എന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യലാണ്. എങ്ങനെയാണ്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങള് ഫുൾഫിൽ ചെയ്തുകൊണ്ട് സംതൃപ്തമാക്കിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതാരുടെയാണ്? ലൂഥർ കള്ളി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കാം. നമ്മൾ ഇനി അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി അല്ലേ? ഇനി നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലോട്ട് വരികയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് the governance of the hospital as a business. അണ്ടർലൈൻ ചെയ്തിരിക്കാം കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ബിസിനസ് എന്ന രീതിയിലുള്ള ഹോസ്പിറ്റലിന്റെ ഭരണമാണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. സിമ്പിൾ ഡെഫിനിഷൻ ആണ് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഇനി നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് who handle individual departments. അല്ലെ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് അതിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളും അല്ലെ? ഈ പറയുന്ന ഇൻഡിവിജ്വൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ അല്ലെ? അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എന്ന് പറഞ്ഞാല് അവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളും ഉൾപ്പെടുന്നതാണ്. അത് തന്നെയാണ് നേരെ തിരിച്ചു പറയുന്നത്. They are in charge of all the administrative and management functions of the respective department. ദമ്മെന്നല്ല കേട്ടോ, ദമ്മെന്നല്ല താന്നാണ് കേട്ടോ, എന്ന് കിട്ടിക്കോളൂ. Okay, they are in charge of all the administrative and management functions of the respective department. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ മാനേജ്മെന്റും അതിന്റെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പറയുന്ന ഹെൽത്ത് കെയർ മാനേജർമാരുടെയും എക്സിക്യൂട്ടീവുകളുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളാണ്. ഓക്കെ ആണല്ലോ? അതാണ് കേട്ടോ. ക്ലിയർ? ഇനി നമ്മൾ പറയുന്നത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒരു അഡ്മിനിസ്ട്രേഷനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദ ഡ്യൂട്ടീസ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകൾ ആരാണ്? നിങ്ങളെ പോലെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ് അല്ലെ? അപ്പൊ എന്താണ് പറയുന്നത്? ദ ഡ്യൂട്ടീസ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ ഡിഫർ വിത്ത് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ.
അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് നല്ലൊരു പോയിന്റ് ആണ് അവിടെ പറഞ്ഞത്. ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി അഥവാ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അതൊരു ഹോസ്പിറ്റലിന്റെ സൈസിനും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി അല്ലെ സങ്കീർണതയ്ക്ക് അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ വലിയ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും. വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഇപ്പൊ ചില മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവിടെ എന്തുണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടായിരിക്കും. അതേസമയം നമ്മളൊരു സ്മോൾ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും, ചെറിയൊരു ഹോസ്പിറ്റലാണ്. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു പക്ഷെ 1-2 അഡ്മിനിസ്ട്രേറ്റർമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. 2 ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ സൈസിനും അവിടുത്തെ കോംപ്ലക്സിറ്റിക്കും അനുസരിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടിയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർമാർ ഉണ്ടായിരിക്കും. അവർക്ക് ചെയ്യേണ്ടി വരുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് വളരെ വിപുലമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കും. അതേസമയം ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അധികം ഒന്നും ഉണ്ടാകില്ല അല്ലെ. പിന്നെ മാത്രമല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അതിന് ഇന്ന ജോലി, ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫൈഡ് ജോലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉള്ള പൊസിഷനാണ് കേട്ടോ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോൺടാക്ട് ബിറ്റ്വീൻ hospital boards, അതുപോലെ അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ ബോർഡ്സ്, ബോർഡ് ഓഫ് എന്താ പറയാ മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഹോസ്പിറ്റൽ ബോർഡ്സ്, മറ്റ് അഡ്മിനിസ്ട്രേറ്റർമാര്, അതുപോലത്തെ മെഡിക്കൽ ജീവനക്കാരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു പൊസിഷനാണ് അല്ലെ. അങ്ങനെയുള്ള ഒരു ജോലിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അവർക്ക് എല്ലാവരുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, സമ്പർക്കം പുലർത്തേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ മാത്രമല്ല they organize hospital activities and prepare its overall policies. നമ്മൾ പറഞ്ഞ കാര്യമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ ചില കാര്യങ്ങളാണ് അവിടെ എഴുതുന്നത് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൊത്തത്തിലുള്ള നയങ്ങൾ അല്ലെ, ഓവറോൾ പോളിസികളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഒക്കെ ആര് തന്നെയാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ. ഓക്കെ, ഇനി നോക്കൂ. Some administrators are in charge of hiring doctors and other staff, carrying out employee evaluations and directing staff meetings. എന്ന് പറഞ്ഞാൽ ചില അഡ്മിനിസ്ട്രേറ്റർമാരെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ ഡോക്ടർമാരെ മറ്റുള്ള സ്റ്റാഫുകളെയൊക്കെ ഹയർ ചെയ്യുന്നത് അവരായിരിക്കും, തെരഞ്ഞെടുക്കുന്നത് അവരായിരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരെ വിലയിരുത്തുന്നതും ഈ സ്റ്റാഫ് മീറ്റിങ്ങുകൾക്ക് വേണ്ട ഡയറക്ഷൻസ് എല്ലാം തന്നെ കൊടുക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർമാരായിരിക്കും. അതായത് അവരുടെ പല പല ഡ്യൂട്ടികളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. They may also be accountable for the hospital's public relations and fundraising programs. അത് മാത്രമല്ല അവരെന്താണ് ഈ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസും അതുപോലെ തന്നെ സമാഹരണ പരിപാടികളിലൊക്കെ അവർക്ക് എന്തായിരിക്കും, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റലൊക്കെ പഠിച്ചതാണ് അല്ലെ. കമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഫണ്ട് റൈസിംഗ് പ്രോഗ്രാംസ് അല്ലെ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് റൈസിംഗ് പ്രോഗ്രാംസുകൾക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, സിൻസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡെവലപ്പ് പ്രോഗ്രാംസ് ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റൽസ്, they have to keep up with the latest advances in medicine. പിന്നെ മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന റിസർച്ച്, ഗവേഷണങ്ങള്, ടീച്ചിങ് അല്ല, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങൾ അത്തരം പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അവർക്ക് ഈ പറയുന്ന മെഡിസിനിലുള്ള എല്ലാ ലേറ്റസ്റ്റ് അഡ്വാൻസിനെ പറ്റിയുള്ള നോളജും അവർക്ക് ഉണ്ടായിരിക്കും. കാര്യം അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ പറയുന്ന റിസർച്ച് ആയിക്കോട്ടെ, ടീച്ചിങ് കാര്യങ്ങളെല്ലാം അതിനുള്ള പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അപ്പൊ അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം, നിലവിൽ ഈ മെഡിസിനുള്ള എല്ലാ ലേറ്റസ്റ്റ് അഡ്വാൻസസും അല്ലെ, നിലവിലുള്ള പുതിയ ട്രെൻഡുകളും മറ്റ് എന്താ പറയാ കാര്യങ്ങളെ പറ്റി അവർക്കും എന്തുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം അല്ലെ. അത് എന്തായിരിക്കണം, മെഡിസിൻ ഫീൽഡിൽ അത്യാവശ്യം എന്തായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം അല്ലെ, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് ഇത്തരത്തിലുള്ള റിസർച്ചും ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടികളാണ്. ഈ ഡ്യൂട്ടി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ, ശരിക്കും ഒരു വൈഡ് ഒരു ബ്രോഡർ സ്കോപ്പുള്ള ഒരു പൊസിഷനാണ് ശരിക്കും.
ഇന്ന ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ രോഗിയെ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാം. ഒരു ഫാർമസി സംബന്ധമാണെങ്കിൽ അവർക്ക് എന്താ പറയാ മരുന്നുകൾ വിതരണം ചെയ്യാം. മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അത് വളരെ വ്യാപ്തിയുള്ള ഒരു ജോലിയാണ് അല്ലെ. എല്ലാ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിന്റെ സൈസിനും അതിന്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റർമാരുടെ റെസ്പോൺസിബിലിറ്റിയിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? എല്ലാവരും പോയോ? റിപ്ലൈ ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ക്ലാസ് മനസ്സിലാവുന്നില്ലേ? ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അടുത്തത് കേട്ടോ, ലാർജ് ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ബോറടിക്കുന്നില്ല. ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ, ചാപ്റ്ററിന്റെ നേച്ചർ അതായതുകൊണ്ടാണ്. ലാർജ് ഇങ്ങനത്തെ ആണല്ലോ അധികം തേർഡ് ഫോർത്ത് കൂടെയുള്ള ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലെങ്തിയാണ്, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സുകളാണ് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ കുറച്ചും കൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. തേർഡും ഫോർത്തും വരുമ്പോൾ ഇങ്ങനെയുള്ള തിയറി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ്. അത് നോക്കാം. ലാർജ് ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ several administrators and assistant administrators managing different departments. Okay. അത്ര മതി, അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക കേട്ടോ. അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. വലിയ വലിയ ഹോസ്പിറ്റൽ ആവുമ്പോൾ അവിടെ എന്തായിരിക്കും, ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർമാർ ഉണ്ടായിരിക്കും, അവർക്ക് കീഴിലായിട്ട് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടായിരിക്കും. എന്നാൽ കാരണം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ അത്രയും ആളുകളുടെ ആവശ്യം വരുമല്ലോ അല്ലെ. കൂടുതൽ അഡ്മിനിസ്ട്രേറ്റർമാരും അതിനനുസരിച്ചുള്ള അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു സെന്റൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് കേട്ടോ. When one administrator is in charge of the role എന്ന് പറയുന്നില്ലേ, അത് ആ ഒരു സെന്റൻസ് ആണ് വെട്ടിപ്പോട്ടാ. അത് കയറി വന്നേക്കുന്ന സെന്റൻസ് ആണ്. When one administrator is in charge of the role ഇതൊന്ന് വെട്ടിയിട്ടാട്ടോ. അടുത്തത് എന്താണ്? ഇൻ സ്മോളർ ഹോസ്പിറ്റൽസ്, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ വൺ അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ചാർജ് ഓഫ് എ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് പല പല ഡിപ്പാർട്ട്മെന്റ്സ്, കുഞ്ഞു ഹോസ്പിറ്റലാണ് അതെന്ന് പറയുമ്പോൾ അതിന്റെ സൈസും ഒക്കെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ ഒരൊറ്റ അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. ആ ഒരു ഇന്ത്യൻ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർമാർ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഓർ ഈവൻ ഓഫ് ദ ഇന്ത്യൻ ഹോസ്പിറ്റൽ. In this case, for example, the administrator may assess the budgets for these departments and give the final approval to hiring recommendation. അതായത് ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ എന്താണ്, ഒരൊറ്റ അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു എൻ്റെ ഹോസ്പിറ്റലിലെ ചാർജ് മുഴുവൻ ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ചുമതലയിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ടുള്ള ബഡ്ജറ്റുകൾ അസസ് ചെയ്യുന്നതും അതുപോലെ അവരുടെ നിർദ്ദേശങ്ങൾക്കെല്ലാം അപ്രൂവൽ, ഫൈനൽ അപ്രൂവൽ, അവസാന അനുവാദങ്ങളൊക്കെ കൊടുക്കുന്നതും ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ചുമതലയായിരിക്കും. ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല, ഒറ്റ അഡ്മിനിസ്ട്രേറ്ററെ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ബഡ്ജറ്റുകളൊക്കെ വരും, അത് അസസ് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് വിലയിരുത്തുക. അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങൾക്ക് ഫൈനൽ അപ്രൂവൽ ഒക്കെ കൊടുക്കുന്നതും ആര് തന്നെയായിരിക്കും, ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളിവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റർ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് പഠിക്കുക. പിന്നെ അത് സംബന്ധമായിട്ട് രണ്ട് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചില്ലേ, അഡ്വൈസ് രൂപതയില്ല, അത് പഠിക്കാം. പിന്നെ നമ്മൾ പഠിക്കുന്നത് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഡെഫിനിഷൻ വേറെ അവിടെ പറയുന്നുണ്ട് അല്ലെ. ഇറ്റ്സ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ പഠിക്കേണ്ടത് ഇതാണ്, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളും ഉൾപ്പെടുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയേണ്ട മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ സൈസും അതുപോലെ അവരുടെ കോംപ്ലക്സിറ്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതൊരു പോയിന്റ് ആണ് കേട്ടോ. Duties of the administrator differ with the size and complexity of the hospital. മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ അവരുടെ ജോലി അത്രയും വ്യാപ്തിയുള്ള ഒരു ജോലിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ട് പോയിന്റുകൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. വേണ്ട ജസ്റ്റ് തുടങ്ങി വെക്കാം കേട്ടോ. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന് ചോദ്യം വരാറുണ്ട്. അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റ്സുകൾ ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് കണ്ടു, ഈ അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റ്സ് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ചെറിയൊരു
പോസ്റ്റ് കോർപ്പ് എന്നാണ് പറയുക. ചെറിയൊരു അബ്രീവിയേറ്റഡ് ഫോമിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഏതാണെന്നറിയോ? പോസ്റ്റ് കോർപ്പ്. എന്താണ് പോസ്റ്റ് കോർപ്പ്? പി എന്താണ്? പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്. ഓക്കെ, പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്. ഒ എന്താണ്? ഒ സ്റ്റാൻഡ്സ് ഫോർ ഓർഗനൈസിങ്. എന്താണ്? ഓർഗനൈസിങ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാഫിങ്. എന്താണ്? സ്റ്റാഫിങ്. ഡി എന്താണ്? ഡി സ്റ്റാൻഡ്സ് ഫോർ ഡയറക്റ്റിംഗ്. എന്താണ്? ഡയറക്റ്റിംഗ്. അടുത്തത് സി ഒ ഒന്നിച്ചെടുക്കണം കേട്ടോ. സി ഒയും സെപ്പറേറ്റ് അല്ല, സി ഒ എന്നുള്ളത് ഒരുമിച്ചെടുക്കണം കേട്ടോ. സി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റിംഗ്. എന്താണ്? കോർഡിനേറ്റിംഗ്. ആർ എന്താണ്? ആർ സ്റ്റാൻഡ്സ് ഫോർ റിപ്പോർട്ടിംഗ്. എന്താണ്? റിപ്പോർട്ടിംഗ്. ആൻഡ് ഫൈനൽ ഡി സ്റ്റാൻഡ്സ് ഫോർ ബഡ്ജറ്റിംഗ്. ഇതൊക്കെയാണ് എന്ത്? എലമെന്റ്സ്. എത്ര എലമെന്റ്സ് ഉണ്ട്? നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ട്? 4, 5, 6, 7 എലമെന്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ആ എലമെന്റ്സ്. നിങ്ങൾ പോസ്റ്റ് കോർപ്പ് മാത്രം ഓർത്താൽ മതി. P stands for planning, O stands for organizing, S stands for staffing, D stands for directing, CO ഒരുമിച്ച് എടുക്കുക. CO stands for coordinating, R stands for reporting, and D stands for budgeting. Okay, ഇത്രയുമാണ് എന്ത്? നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിക്കും പ്രോംപ്റ്റിന് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, സ്ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണ് നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വായിക്കണം കേട്ടോ, വായിക്കണം. എല്ലാം ലാസ്റ്റത്തേക്കൊന്നും വെക്കരുത്. നിങ്ങൾ എടുക്കുന്ന ഭാഗങ്ങൾ ഒരു ദിവസമെങ്കിലും വായിച്ചു പോകണം കേട്ടോ. ലാസ്റ്റത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, Miss. Thank you, ma'am. Thank you, ma'am.